ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസിനകത്ത് വെച്ച് ലക്ഷ്മി നമ്മുടെ ആദിലെ നൂറേയും പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവളുമാരെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാരാണ്. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മലബാർ ഗോൾഡിന്റെ ഓണറായിട്ടുള്ള ഫൈസൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഹൗസ് വാമിംഗ് പരിപാടിയായിരുന്നു. ഒരുപാട് സെലിബ്രിറ്റീസിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയും ഒക്കെ അതിനകത്തോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ആ ഒരു ഹൗസ് വാമിംഗിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ആദിലെ നൂറയും അവരും പങ്കെടുത്തു. ഇദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അതിനുശേഷം ഒരു 5-6 മണിക്കൂർ മുമ്പ് ഈ ഫൈസൽ എന്ന് പറയുന്ന മലബാറിന്റെ ഓണറായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ പെൺകുട്ടികളെ എന്റെ ഈ ഒരു ഹൗസ് വാമിംഗ് പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചതിൽ ഖേദം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് വന്നത്. സംഭവം എന്താണെങ്കിലും നമുക്ക് വിശദമായിട്ട് നോക്കാം. എന്താണ് കാര്യം, അങ്ങനെ ഒരു ഖേദം പ്രകടിപ്പിക്കാനുള്ള കാര്യം എന്താണെന്ന് നോക്കാം. ആദ്യം ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഹൗസ് വാമിംഗിൽ പങ്കെടുത്ത ഒരു വീഡിയോ ഞാനൊന്ന് വെക്കാം. ഇതാണ് ഈ പറയുന്ന കക്ഷി, ഫൈസൽ എന്ന് പറയുന്ന അദ്ദേഹം. അവരവിടെ നിന്ന് സംസാരിക്കുകയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. ഒരു മിനിറ്റ് എങ്കിലും ബിഗ് ബോസിൽ നിന്ന് വന്ന് മറ്റൊരു ഭവനത്തിലേക്ക് കയറാൻ പോവാണ്. എന്ത് തോന്നുന്നു? ബിഗ് ബോസ് വന്നിട്ട് ഇപ്പൊ വേറൊരു ഹൗസിലും എനിക്കൊന്നും പറയണ്ടേ അറിയത്തില്ല. നമ്മള് ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഇപ്പോ വേറൊരു ഫംഗ്ഷൻ, എന്തായാലും ഡോറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഇതാണ്. സോ ഓൾ ദി ബെസ്റ്റ്. ഡോറയ്ക്കൊന്നും പറയാനില്ല, എപ്പോഴും അതിലെ ഏൽപ്പിക്കണം. ഡോറയെ കൂടെ സംസാരിച്ചു. ഓക്കെ, നമുക്ക് വീട്ടിലേക്ക് അങ്ങോട്ട് അതിഥിയായി കയറാം. അവരെ ക്ഷണിച്ചു. വളരെ സന്തോഷമായിട്ട് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. അവർ പോയി. ഇന്നലെ ആദിലെ നൂറയും ഒരു ലൈവിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴും ഈ ഇദ്ദേഹത്തിന്റെ ഹൗസ് വാമിംഗിൽ പങ്കെടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് വന്നത്. ഫൈസലേക്ക് മലബാർ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പേര്. ഇദ്ദേഹം ഇട്ട പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ എന്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല. ഈ 2 പെൺകുട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ആദിലെ നൂറയാണ്. അദ്ദേഹത്തിന് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല എന്നാണ് ഈ ഒരു പോസ്റ്റിനകത്ത് പറയുന്നത്. നിങ്ങളുടെ ഹൗസ് വാമിംഗിൽ ആരൊക്കെ പങ്കെടുക്കണം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് അറിവില്ലേ? അതും ഒരു ബിഗ് ബോസ് ഫെയിമായിട്ട് നിൽക്കുന്ന ആദിലെ നൂറയൊക്കെ ക്ഷണിക്കുമ്പോൾ നിങ്ങളുടെ അറിവില്ലാതെ എങ്ങനെയാണ് അവരെ ക്ഷണിക്കുന്നത്? വോട്ടെവർ ആരാണെങ്കിലും അവരെ ക്ഷണിച്ച് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ അവർ കിട്ടിയിട്ടാണ് അവർ ആ ഒരു ഹൗസ് വാമിംഗിന് പങ്കെടുക്കാൻ വന്നത്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അവര് വന്നത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം എന്നല്ല, ഒന്നും പറയാനില്ല. ബാക്കിയുടെ കേൾക്കും, അന്നേരം കാര്യം മനസ്സിലാവും. പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ച് പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇദ്ദേഹം ഇട്ടേക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു പോസ്റ്റ് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ നോക്കുന്ന സമയത്ത് അവിടെ കാണുന്നില്ല, സാധനം മുക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട്. ഇപ്പം നിലവിൽ ആ ഒരു പോസ്റ്റ് അവിടെ ഇല്ല, എനിക്കവിടെ കാണാൻ പറ്റുന്നില്ല. മേ ബി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. വാട്ട് എവർ, ഇദ്ദേഹം ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ആ വാക്കുകൾ നിങ്ങളൊന്നും ശ്രദ്ധിക്കണം. മാതാപിതാക്കളെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവരെ മാതാപിതാക്കളെ ധിക്കരിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവർ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. ഇവരുടെ മാതാപിതാക്കൾക്ക് യാതൊരു തരത്തിലും അത്യാവശ്യം ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്നാണ് ആദിലെ നൂറയും വരുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ താണ്ടിയിട്ടാണ് ഇവർ ഇപ്പൊ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ ഇവർ എത്തിയത്. അതിനകത്ത് നമ്മുടെ നിയമത്തിന്റെ സപ്പോർട്ടും ഉണ്ട്. പിന്നെ മാതാപിതാക്കളെ താറടിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ മാതാപിതാക്കളെ താറടിച്ച് കാണിക്കുന്നു എന്ന് പറഞ്ഞ ഫൈസൽ അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. നിങ്ങൾ ഇതൊന്ന് കേക്ക്. ഫൈസൽ അദ്ദേഹം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. Then the next day, Nora's mom along with 2-3 men came to that house and kidnapped Nora forcefully. Police were also involved in it. ഇവരുടെ റിലേഷൻഷിപ്പ് വീട്ടിലറിഞ്ഞു. അതിനുശേഷം 2 പേരുടെ ഫാമിലിയും ഇവരെ പരസ്പരം വിലക്കി. 3 വർഷം ഇവർ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇവര് സ്വന്തമായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് നടക്കുന്ന ഇൻസിഡന്റ് ആണ് പറയുന്നത്. നൂറയുടെ അമ്മ കുറച്ച് ഗുണ്ടകളുമായിട്ട് വന്ന് ഇവരെ കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. Along with Nora's mom and my entire family were also involved in it. It was a conspiracy. We both were physically tortured.
They held me tight and pushed me to the bed, and my father even sexually assaulted me, and Noura was taken away. ഈ പോസ്റ്റ് ഇട്ട ഫൈസൽ സാർ ഇത് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മാതാപിതാക്കളും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നൂറയുടെയും ആദിലയുടെയും മാതാപിതാക്കൾ അവരോടൊപ്പം ചെയ്തത്. ആദിലയുടെ സ്വന്തം ബാപ്പ തന്റെ മകളെ ആദിലയെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. എന്ത് തെറ്റ് തന്നെ ആയിക്കോട്ടെ, ഒരു ബാപ്പ മകളോട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ചെയ്തത്? അവരെ പിന്നെ ഇവര് അംഗീകരിക്കണോ? സമൂഹത്തിന്റെ മുന്നിൽ മാതാപിതാക്കളെ താറടിച്ച് കാണിക്കുന്നു എന്ന് പറയുന്നതിന്റെ റീസൺ ആണ് ഈ പറയുന്നത്. വേറൊരു ഇന്റർവ്യൂല് അതിന്റെ ഇടയ്ക്ക് ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ആ ഒരു ടൈമില്. പിന്നെ ഫാദറിന്റെ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ റിലേറ്റീവ്സ് ഉണ്ട്, എളാപ്പാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ മോശമായിട്ട് നിങ്ങൾക്ക് ഹോട്ടലിൽ പോവാൻ, നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിട്ട് നിൽക്കാന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇവരെ വിചാരം ഒരു കൂടെ കിടന്ന എന്തോ മാറും എന്നുള്ളൊരു സംഗതി. ഇതൊക്കെ അവരുടെ ഹോൾ ഫാമിലി തന്നെ അവരോട് ഈ ഒരു രീതിയിലാണ് ബിഹേവ് ചെയ്തത്. സെക്ഷലി യൂസ് ചെയ്യാണ്. സ്വന്തം ഇളയപ്പ് വന്നിട്ട് ഇവരെ ഹോട്ടലിൽ പോയി കിടക്കാം, നിന്റെയൊക്കെ സൂക്കേട് ഞാൻ മാറ്റി തരാം, പെനട്രേഷൻ ആണ് എല്ലാം, അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം അങ്ങ് റെഡി ആവും. ഈ ഒരു തരത്തില് നൂറയുടെയും ആദിലയുടെയും ഭർത്താവായിട്ട് ഞാൻ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ഇളയപ്പ തന്നെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ ഫാമിലിയുടെ അറിവോടുകൂടിയാണ്, ഈ ഉമ്മാടെയും വാപ്പാടെയും എല്ലാവരുടെയും അറിവോടുകൂടിയാണ്. അങ്ങനെയുള്ള മാതാപിതാക്കളെ ഇവര് എങ്ങനെ റെസ്പെക്ട് ചെയ്യും? അത് കഴിഞ്ഞിട്ട് എഴുതി പിടിപ്പിച്ചേക്കുന്നതാണ് പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി. ഇവര് പുതുതലമുറയ്ക്ക് തെറ്റായ ഒരു സന്ദേശം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ലെസ്ബിയൻ എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റി, അവരുടെ സ്നേഹം, അവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അത് അറിവില്ലാത്തവർക്ക് അത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തത് ബിഗ് ബോസിലൂടെ ആദിലയും നൂറയും ചെയ്തത്. അതെങ്ങനെയാണ് ഒരു തെറ്റായ സന്ദേശമാവുന്നത്? അത് കഴിഞ്ഞിട്ട് മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന്. എന്ത് മൂല്യങ്ങളാണ് സംരക്ഷിക്കുന്നത്? എന്ത് മൂല്യങ്ങൾ? നിങ്ങൾ തന്നെയാണ് അവരെ വിളിച്ചത്. ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് LGBTQ കമ്മ്യൂണിറ്റിയോടുള്ള പ്രശ്നം വല്ലതും ആയിരിക്കുമെന്ന്. സംഭവം ഒന്നുമല്ല. LGBTQ കമ്മ്യൂണിറ്റിയോടുള്ള എന്തെങ്കിലും പ്രശ്നമായിരുന്നെങ്കിൽ ദാണ്ട ഈ ഒരു കാര്യം ഇവിടെ നടക്കില്ല. ഈ പിക്കിൽ നിൽക്കുന്ന ആളെ അറിയാലോ, നാദിറ മെഹറിൻ, പഴയ നജീബ്. ഈ നാദിറയും പണ്ട് വീട്ടുകാരെ ധിക്കരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ ഐഡന്റിറ്റി ഒരു ആണിൻ്റെതല്ല, ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കി അവരിൽ നിന്നൊക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ജീവിതത്തിലോട്ട് വന്ന് അവർ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പൊ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും അവരുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. സംസാരിക്കുമ്പോൾ ഒന്നും ഈ പറയുന്ന മൂല്യങ്ങളൊന്നും നിങ്ങൾക്ക് ചോരുന്നില്ലേ? ഇതിപ്പോ സംഭവം വേറെ ഒന്നുമല്ല, ഇത് ആരുടെയോ നിർബന്ധ പ്രകാരം ഇദ്ദേഹം ഇട്ട പോസ്റ്റ് കണ്ടാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ഈ ഒരു പരിപാടിയിലോട്ട് പങ്കെടുപ്പിച്ചതിന് ശേഷം കുറെ കമന്റ്സും കുറെ വീഡിയോസും ഇദ്ദേഹത്തിനെതിരെ വന്നു. അത് ഇദ്ദേഹത്തിന്റെ കച്ചവടത്തെ, സ്വർണ്ണമാണല്ലോ കച്ചവടം ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇവരുടെ കസ്റ്റമേഴ്സും മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ട ആളുകൾ തന്നെ, അത് കച്ചവടത്തെ ബാധിക്കുമെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അവരെ ഒന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പോസ്റ്റ്. ഇതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം. ഇദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഇടാനുള്ള കാരണം മേ ബി ഇതൊക്കെ തന്നെ ആയിരിക്കാം. നോക്ക്. ഇങ്ങനെ ചില അഴകിയ രാവണന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്ത് ചെയ്താലാണ് പേര് കിട്ടുക, എന്ത് ചെയ്താലാണ് റീച്ച് കിട്ടുക എന്നത് ഇങ്ങനെ ആക്രാന്തത്തോട് ഓർത്ത് ഇല്ല തെരുവിലൊക്കെ പേപ്പട്ടികൾ അലിഞ്ഞു തിരിയുന്നത് പോലെ ആരെ കിട്ടിയാൽ പടം വലിയ പ്രശസ്തനാണെന്ന് എന്നെ വിചാരിക്കും. ഏത് പടത്തിനാണ് വലിയ വില? അതിന് മുണ്ടെടുക്കാതെ നിന്നാൽ എനിക്ക് വലിയ കവറേജ് കിട്ടുമോ? അല്ലെങ്കിൽ മുണ്ടെടുക്കാത്തവരെ കൊണ്ടുവന്നാൽ വലിയ കവറേജ് കിട്ടുമോ? അല്ലെങ്കിൽ മരിച്ച അവക്കന്മാരെ കുറെ പേരെ കൊണ്ടുവന്ന് എന്റെ വീടിന്റെ അടുത്തുകൊണ്ടിരുത്തിയാൽ ഭയങ്കര പ്രശസ്തിയും പേരും കിട്ടുമോ എന്ന് വിചാരിക്കുന്ന ചില കോമാളികൾ. അത്തരം ഒരു ഫോട്ടോ കാണാനിടയായി. ആ ഫോട്ടോ വേറൊന്നുമല്ല, നമ്മുടെ മലബാർ ഗോൾഡിലെ ഫൈസലിക്കയുടെ വീടിന്റെ പാലുകാച്ചിലിന് 2 മാലാഖമാരെത്തി. ഒന്ന് ആദിലയും മറ്റൊന്ന് നൂറയും. ഫൈസലിക്കായ്ക്കും മലബാർ ഗോൾഡിനുമൊക്കെ ഈ പറഞ്ഞതുപോലെ ഹിന്ദുത്വവാദികൾ ആക്രമിക്കുമ്പോഴും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മുസ്ലിം ഐഡന്റിറ്റി വേണം. അനിൽ ടോക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോ ആണ്. വേറെ ആരും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഉള്ള കമന്റ് സെക്ഷൻ, ഇദ്ദേഹം ഇവരെ കൊണ്ടുവന്നതിന് എതിർത്താണ് സംസാരിക്കുന്നത്. അതിന്റെ കമന്റ് സെക്ഷനിൽ അത്രയും സപ്പോർട്ടും ഉണ്ട്. പ്രത്യേകിച്ച് മുസ്ലിംസ് ആണ് കൂടുതലും വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങളോടെ കേട്ടിട്ട് നമുക്ക് അത് സംസാരിക്കാം. അത് വെച്ച് പടവും അതിന്റെ ഗന്ധവും ഒക്കെ വിറ്റ് പ്രശസ്തനാവാൻ ശ്രമിക്കുന്നത് പോലെയാണ് സത്യത്തിൽ കണ്ടപ്പോൾ സഹതാപമാണ് തോന്നിയത്. എന്ന് മാത്രമല്ല, യൂസുഫ് അലിക്കയെ പോലെയുള്ള മനുഷ്യരോട് വലിയ ആദരവും സ്നേഹവും തോന്നുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ കാഴ്ചകൾ. പുള്ളിക്കൊക്കെ പ്രശസ്തിയൊക്കെ ഇഷ്ടമാണ്, പുള്ളിക്ക് PR ഇഷ്ടമാണ്. പക്ഷേ അതിനൊക്കെ പുള്ളി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു അന്തസ്സുണ്ട്, ഒരു മാന്യതയുണ്ട്, ഒരു ചതുരമുണ്ട്. ഇത് അതിനൊക്കെ പുറത്ത് ഇവരെയൊക്കെ കൊണ്ടുവന്ന് പടം എടുത്തിട്ട് ദാണ്ട ഫസലിക്കാടെ വീട്ടിലേക്ക് ഇത് വന്ന് അള്ളാഹും റസൂലും ഈ വീട് വെച്ചതിന്റെ ഹൈറും ഈ വീട് വെച്ചതിന്റെ ഷറുകളിൽ നിന്നുള്ള കാവലും ഒക്കെ വരുന്നതിനാണോ ഈ ആദിലയും നൂറയും വന്ന് അനുഗ്രഹിക്കുന്നതെന്ന് കൂടി ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. അത്രേ ഉള്ളൂ. നാദിറെ കൊണ്ടൊന്നും ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് നാദിറ രക്ഷപ്പെട്ടു. നാദിറയാണ് ഇപ്പൊ ലൈനിലിട്ട് നിൽക്കുന്ന വ്യക്തിയല്ലല്ലോ, അന്നേരം അത്ര റീച്ച് വരില്ല. ഇതിന്റെ അടി വന്ന കമന്റ് സെക്ഷൻ ഞാനൊന്ന് കാണിക്കാം. ഞാൻ എപ്പോഴും സ്വർണം എടുക്കാൻ പോകുന്നത് മലബാർ ഗോൾഡിലായിരുന്നു. ഇനി മേലാൽ ഈ വൃത്തികെട്ടവന്മാരുടെ കടയിൽ കയറില്ല. അടുത്തത്, മലബാർ ജ്വല്ലറിയുമായി സഹകരിച്ചിരുന്ന ഒരാളെന്ന് നിനക്ക് പറയട്ടെ, ഇനി മലബാറായി ആ സഹകരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതുപോലുള്ള വൃത്തികെട്ടവരെ കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡായി അധിപ്പതിച്ചു പോയതിൽ സങ്കടമുണ്ട്. സാർ, താങ്കൾ പറയുന്നത്
100% ശരിയാണ്. ഞാൻ 2 ദിവസമായി ചിന്തിക്കുന്ന കാര്യമാണ്. ഇവർ രണ്ടുപേരും സമൂഹത്തിന് എന്ത് നന്മയാണ് ചെയ്തത്? സ്വന്തം ഉമ്മായെയും ബാപ്പായെയും തള്ളിപ്പറയുകയും അവരെ സമൂഹത്തിന്റെ മുന്നിൽ നീചന്മാരും ദുഷ്ടന്മാരുമാക്കി സമൂഹത്തിന് മുൻപിൽ നാറ്റിച്ച ഇവർ ഇന്ന് ഫൈസൽ കാക്കായ്ക്ക് മാന്യന്മാർ. മലബാറിന്റെ പോക്ക് നാശത്തിലേക്ക് എന്നതിന്റെ ലക്ഷണമാണ് ആദില നൂറ പാലുകാച്ചിൽ ചടങ്ങിൽ ക്ഷണിച്ചത്. ഇതിലും നല്ലത് മുംബൈ ഹൗസിൽ നിന്ന് പീല ഹൗസിലെ വേശികളെ കൊണ്ടുവരുന്നത് ആയിരുന്നു നല്ലത്. ഏതവനാണോ ഈ കമന്റ് ഒക്കെ ഇട്ടെ? ഷാഹുൽ ഹമീദ്. ഈ പീല ഹൗസ് എന്ന് പറയുന്നത് മുംബൈയിൽ ഇവ സ്ഥിരം പോകുന്ന ഹൗസാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും കൃത്യമായിട്ട് പീല ഹൗസ് എന്നൊക്കെ പറയുന്നത്. റെഡ് സ്ട്രീറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. പീല എന്ന് പറഞ്ഞിട്ടാണല്ലോ. എന്തെങ്കിലും ആവട്ടെ, അവൻ ഈ പറഞ്ഞവൻ എന്തായാലും കൃത്യമായിട്ട് അറിയാം, അവിടെ പോകുന്നവനാ. അടുത്തത്, വേറെ എന്ത് കടലിൽ കയറിയാലും ഇവന്റെ കടലിൽ കയറില്ല. എന്ത് മെസ്സേജാണ് ഈ വൃത്തികെട്ടവർ നമ്മുടെ നാട് സമൂഹത്തിന് നൽകുന്നത്? ഞാൻ മലബാർ ഗോൾഡിൽ വടകരയിൽ നിന്ന് 6 മാസം മുമ്പ് ഏകദേശം 30 പവൻ വാങ്ങിയിരുന്നു. ഇനി ഒരിക്കലും ആരോഗ്യവും സ്വർണം വാങ്ങാനുള്ള സമ്പത്തും റബ്ബ് തരികയാണെങ്കിൽ ഒരിക്കലും അങ്ങോട്ട് പോകില്ല. പകരം ബോച്ചയിലേക്ക് ഇൻഷാ അള്ളാ. നാളെ ഇനി ബോച്ചയും ഇവരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബോച്ചയുടെ കടയിലും കയറായിരിക്കും. ക്ഷണിക്കാൻ പറ്റിയ മുതലുകളാണ്. ക്ഷണിച്ചത് ബർക്കത്ത് വാനോളം ഉയരും. അത് രണ്ടും വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചാൽ നാളെ ഇവളുമാർക്ക് സ്വന്തം വാപ്പയോട് കാമം തോന്നിയാലും അത് സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞ് അംഗീകരിക്കണം. ഫസലിക്ക. ഇതിനുള്ള മറുപടി ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആരോടാണ് കാമം തോന്നി, ആരുടെ കയ്യിൽ നിന്നാണ് അവർ ഫിസിക്കലി ഉപദ്രവിക്കപ്പെട്ടതെന്ന്. ഈ കമന്റ് ഇട്ടവൻ ഈ കഥയൊന്നും അറിയത്തില്ലെങ്കിൽ ഒന്ന് അറിയുന്ന നല്ലതാണ്. ഈ വന്നേക്കുന്ന കമന്റ്സ് എല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളാണ് കമന്റ് ചെയ്തത്. അവരുടെ മതം വെച്ചിട്ട് ഈ ഒരു കാര്യം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുമാണ്. നമുക്ക് അതിനെ കുറ്റം പറയാൻ പറ്റില്ല. അവർ ഇത്രയും കാലം പഠിച്ചതല്ലേ പാടത്തോളൂ, തെറ്റ് പറയാൻ പറ്റില്ല. മാത്രമല്ല ഈ LGBT കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യാത്ത ലോകരാജ്യങ്ങൾ ഒരുപാട് ഇനിയും ബാക്കിയുണ്ട്. ഈ അക്സെപ്റ്റ് ചെയ്യാത്ത കൺട്രീസിൽ ഭൂരിഭാഗവും ഉള്ളത് ഈ മുസ്ലിം കൺട്രീസ് ഒക്കെ തന്നെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്, നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഞാനും ഒരു 100% ഈ ഒരു കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ അവർക്കും ഈ ഒരു ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവർ വളരെ മാന്യമായിട്ട് വളരെ സാധാരണക്കാരായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അവരുടെ എക്സിസ്റ്റൻസ് കാരണം മറ്റൊരാൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. ഇവരൊരു പബ്ലിക് നൂയിസൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല. ട്രെയിനിലും റോഡിലൊക്കെ കയറി കൈകെട്ടി മുണ്ടും പൊക്കി കാണിച്ചിട്ട് പൈസ പിരിക്കാൻ നിൽക്കുന്നില്ല. വളരെ മാന്യമായിട്ട് ജോലി ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ആ ഒരു തരത്തിൽ ആസ് എ ഹ്യൂമൻ ബീങ് എന്നുള്ള രീതി നോക്കുമ്പോൾ നമ്മൾ അവർ അക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ നിയമം പറയുന്ന രീതി തന്നെയാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള കമന്റ്സ് ആണ് ഈ ഫൈസൽ അദ്ദേഹത്തിന്റെ ഹൗസ് വാമിങ്ങിന് ഇവരെ ക്ഷണിച്ച സമയത്ത് അദ്ദേഹത്തിനെതിരെ വന്നത്. അത് ഇയാളെ കച്ചവടത്തെ ബാധിക്കുന്നു മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പോസ്റ്റുമായിട്ട് വന്നത്. കാര്യം ഇദ്ദേഹത്തിന്റെ ഒരു മെജോറിറ്റി കസ്റ്റമേഴ്സും ഇവരുടെ കമ്മ്യൂണിറ്റി തന്നെ പെട്ട ആളുകളാണ്. അപ്പൊ പിന്നെ അവരെ വെറുപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. സംഭവം അത് തന്നെ. എന്താണെങ്കിലും നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്താം. അവരെ ഹൗസ് വാമിങ്ങിനോട്ട് ക്ഷണിക്കാതിരിക്കാം. പക്ഷെ അവരെ ക്ഷണിച്ച് ആ ഒരു ഹൗസ് വാമിങ്ങിന് പങ്കെടുത്തു, അവിടുന്ന് ആഹാരം കഴിച്ച് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഈ ഒരു പോസ്റ്റ് ഇട്ടത് അത് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം. ക്ഷണിക്കാനുള്ള തന്റെ ഇടം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവർ ഹ്യൂമൻ ആണ് എന്നുള്ള രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ, ബാക്കി ഇനി ആരൊക്കെ പറഞ്ഞാലും അവരെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റും എന്ന് പറയാനുള്ള ഗട്ട്സും കൂടെ കാണിക്കണം. മലയാളത്തിലെ മഹാനടൻ മോഹൻലാൽ വരെ അവരെ വീട്ടിൽ കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു കണ്ടസ്റ്റന്റും കിട്ടാത്ത പ്രിവിലേജ് ആണ് ഇവർക്ക് കിട്ടിയത്. ബിഗ് ബോസ് വിന്നർ ആയിട്ടുള്ള അനുമോളെ പോലും വീട്ടിൽ കയറ്റാന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ആദിലെ നൂറയും വീട്ടിൽ കയറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കയറ്റുകയും ചെയ്യും. അതാണ് ഗട്ട്സ്. ലാലേട്ടൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴൊന്നും ഇത്രയ്ക്ക് അങ്ങോട്ട് ജനരോക്ഷം പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് കണ്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസ് ഓഡിയൻസ് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമുള്ള ടീംസാണ്. അതുകൊണ്ടാണ് അവര് ലാലേട്ടനെ എതിർക്കാതിരുന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ നാളെ നിന്റെ പടം ഞങ്ങൾ കാണത്തില്ലടാ എന്ന് പറഞ്ഞു നിന്നേനെ. അങ്ങനെ ആരെങ്കിലും പറയുന്നതായിട്ട് ഞാൻ കേട്ടില്ല. ഇത്രയും ആളുകളും കൂടെ ഇദ്ദേഹത്തിനെതിരെ വന്നപ്പോഴത്തേക്ക് സഹിച്ചില്ല, കച്ചവടം പോവല്ലോ. അപ്പോഴത്തേക്ക് സ്വന്തം സ്റ്റാൻഡ് വിട്ട് കാലങ്ങ് മാറി. ഇതാണ് ഫൈസലിക്ക ചെയ്ത പരിപാടി. ഈ ഒരു ഹൗസ് വാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാട്ട ഗേൾസ് ഒന്നിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസിന് ശേഷം ആദ്യമായിട്ടാണ് പാട്ട ഗേൾസ് തമ്മിൽ കാണുന്നത്. റസ്മിൻ ബായിയെ കാണുന്ന സമയത്ത് അനുമോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലെ കാണുമ്പോൾ ഉള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. അത് വിനു പറഞ്ഞിട്ടാണ് തോന്നുന്നു പോയി കെട്ടിപ്പിടിക്കുന്നത്. കണ്ടോ, എന്തോ ചെവിയിൽ വിനു പറയുന്നുണ്ട്. അന്നേരമാണ് ആദിലെ അടുത്ത് പോയി സംസാരിക്കുന്നത്.
ഒരു 1.5 കൈ അകലം ദൂരെ നിന്ന് ഷേക്കാൻഡ് കൊടുത്ത് ചിരിച്ചു നോക്കിയിട്ട് ശരി ഓക്കെ എന്നും പറഞ്ഞിട്ട് അങ്ങ് പോയി. ഓക്കെ, ബിഗ് ബോസിൽ അവർ കാണിച്ചത് വെച്ചിട്ട് അനുമോള് അങ്ങനെ പ്രതികരിക്കത്തുള്ളൂ. പിന്നെ നെഗറ്റീവ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം പോയി കെട്ടിപ്പിടിച്ചത്. വാട്ട് എവർ, അതെന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യട്ടെ. ഇന്നലെ ആദിലയുടെ ലൈവിനകത്ത് ആദില പറയുന്നുണ്ടായിരുന്നു അനുമോള് ക്ഷണിക്കിട്ട് അന്നേരം പോകാൻ. അനുമോൾ ഇതുവരെ വിളിച്ചില്ല, അതുകൊണ്ട് പോകുന്നില്ല. അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ച് വെക്കുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഈ ഒരു സാധനം കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കണം തോന്നി, അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത്. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എനിക്കിത് കണ്ടപ്പോൾ ഒട്ടും ഫെയർ ആയിട്ട് ഫീൽ ചെയ്തില്ല. നമ്മൾ ഗെയിമിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവളുമാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇവളുമാരെ അടുപ്പിക്കാൻ കൊള്ളത്തില്ല. അതൊക്കെ ആ ഒരു ഗെയിമിന്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞ കാര്യമാണ്. പക്ഷെ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് നെഗറ്റീവായിട്ട് നിന്ന ആൾക്കാരാണെങ്കിലും പോസിറ്റീവായിട്ട് നിന്ന ആൾക്കാരാണെങ്കിലും ഒരു അക്സെപ്റ്റൻസ് കിട്ടണം, അവരെ സമൂഹം അംഗീകരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുവേണ്ടി അപരാധമൊന്നും ഇവരാരും അതിന്റെ അകത്ത് പോയി ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ അകത്ത് തന്നെ വെച്ച് അവരെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കാര്യം വിളിച്ച് വരുത്തിയിട്ട് അവമാനിച്ചു വിടുന്ന ഈ ഒരു കാര്യം ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്തു. സോ എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും എനിക്കതിനെ പറ്റി പറയാനില്ല. അപ്പൊ ശരിയെങ്കിൽ